ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സേമിയം കൊണ്ട് പുട്ടുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനായിട്ട് 150 ഗ്രാമോളം സേമിയമാണ് കേട്ടോ എടുത്തത്. ഇത് വറുത്തിട്ടുള്ള സേമിയമാണ്, റോസ്റ്റ് ചെയ്ത് തന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ് സേമിയ. അപ്പോൾ സേമിയമൊക്കെ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുണ്ട്, പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പുട്ടുണ്ടാക്കണേ. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതേപോലെ തിളയ്ക്കണ വെള്ളത്തിൽ, 1 കപ്പ് തിളയ്ക്കണ വെള്ളത്തിൽ ഈ സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ആ തിളച്ച വെള്ളത്തിൽ കിടക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കണം ഈ വെള്ളത്തിൽ. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം അവിടെ വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി സേമിയം ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സേമിയ ഇട്ടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി, ഉപ്പ് പൊടി ഇട്ടിട്ട്. ഉപ്പ് പൊടിയോ കല്ലുപ്പോ എന്താ വേണ്ട വെച്ചിടുക. ഇനി നമുക്കിത് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ പുട്ടും കുറ്റിയിലേക്ക് ഇട്ടുണ്ടാക്കാം. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കൽ കഴിയും, അധികം സമയമൊന്നും വേണ്ട. മറ്റേ അരിപ്പൊടിയുടെ പുട്ട് വേവണ അത്ര സമയവും വേണ്ട. ഇതിനി നമുക്കൊരു 3 മിനിറ്റോ അല്ലെങ്കിൽ 4 മിനിറ്റോ കഷ്ടി ആവി കയറ്റിച്ച് എടുത്താൽ മതി കേട്ടോ. അധികം വേവൊന്നുമില്ല. ഇപ്പോൾ തിളച്ച വെള്ളത്തിൽ കിടന്ന് 3 മിനിറ്റ് നേരം 4 മിനിറ്റ് നേരം വെന്തുല്ലോ. മൂന്ന് മിനിറ്റ് നേരം ഞാൻ വെച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എടുത്തു. ഇനി നമുക്കത് അതിലേക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. നമ്മൾ മറ്റേ അരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ റവ കൊണ്ടൊക്കെ പുട്ടുണ്ടാക്കണേക്കാളും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ സേമിയ പുട്ടുണ്ടാക്കി കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ബെസ്റ്റാണിത്. അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇടയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞേക്കാണ് ഇവിടെ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും ഉണ്ട്. അത് കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിച്ചോളൂ കേട്ടോ എന്താണെന്ന്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.